HP ലാപ്ടോപ്പിൻ്റെ 125ാമത് വിതരണം പൂർത്തീകരണം വളരെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തത്. ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അപേക്ഷ. എല്ലാവർക്കും സമൂഹത്തിൻ്റെ എല്ലാ ഇതിലുള്ള ആൾക്കാർക്കും പ്രയോജനകരമാവുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. വലിയൊരു ആശ്വാസമായിരുന്നു. വളരെ ആശ്വാസമാണ് പകുതി വിലയ്ക്ക് ഇത് കിട്ടുന്നതെന്നുള്ളത്. എല്ലാം ഉണ്ട്. നന്ദി. ഇത് വെളിയിൽ എന്തോ വില വരുന്നതാണ്. ഏത് കമ്പനിയാണ്? HP എന്ന കമ്പനി. ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവൻ ഓഡിയോളജി സ്റ്റുഡൻ്റായിട്ട് ബാംഗ്ലൂർ പഠിക്കുകയാണ്. ലാസ്റ്റ് ഇയറാണ്. അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത്. നമുക്ക് ഇവിടുന്ന് വാങ്ങിയത് ലാഭമാണോ നഷ്ടമാണോ? വളരെയേറെ ലാഭത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു പ്രോഗ്രാമാണ്. സാധാരണക്കാർക്ക് ഇത് കൊണ്ട് നല്ല പ്രയോജനം തന്നെയാണ്. മാനവ സേവയാണ് മാധവ സേവ എന്ന് പഠിപ്പിച്ച ഒരു മനുഷ്യൻ എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആശയധാരകളും ഈ ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്നേഹത്തിന്റെ, കരുതലിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ പാഠങ്ങളാണ്, അധ്യായങ്ങളാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 ദിവസമായി നടന്നുവരുന്ന ആനുകൂല്യ വിതരണം സമാപിച്ചു. 2ാം ദിനം ലാപ്ടോപ്പുകളും തയ്യൽ മെഷീനുകളുമാണ് വിതരണം ചെയ്തത്. തയ്യൽ മെഷീൻ വിതരണം തടിക്കാട് ചീഫ് ഇമാം അൽ ഹാഫിസ് അൻവർ മനാനി നിർവഹിച്ചു. HP ലാപ്ടോപ്പുകളുടെ വിതരണം ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് G സുരേന്ദ്രൻ നിർവഹിച്ചു. സായി ട്രസ്റ്റ് ബോർഡ് അംഗം പ്രൊഫസർ അബ്ദുൽ സഫീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ VS റാണ ആമുഖ പ്രഭാഷണം നടത്തി. ജീവിതം കരുപിടിപ്പിക്കുവാൻ നിങ്ങളുടെ അധ്വാനം കൂടി ഇതിനോടൊപ്പം ചേർന്ന് തയ്യൽ മെഷീനുകൾ കൊണ്ട് നന്നായി തുണിത്തരങ്ങൾ തയ്ച്ചു കൊടുത്തു. അതുപോലെ തന്നെ കൂടുതൽ കിട്ടുന്ന കമ്പ്യൂട്ടർ തുടങ്ങി ഉള്ള ഉപകരണങ്ങൾ പ്രയോഗിച്ചു. സ്വന്തമായിട്ടില്ല, ആദ്യമായിട്ടാണ് ആഗ്രഹമാണ് ഒരു മെഷീൻ വേണമെന്നുണ്ട്. നമുക്ക് എത്ര രൂപയ്ക്കാണ്? 13 എങ്ങനെയുണ്ട്? മെഷീൻ എങ്ങനെയുണ്ട്? ലാഭമാണോ? വീട്ടിൽ കടയുണ്ടോ? സ്ഥാപനമുണ്ടോ? വീട്ടിലുപയോഗത്തിന് വേണ്ടിയല്ലേ? നമുക്ക് ലാഭമാണോ മേടിച്ചത്? പിന്നെ നല്ല ലാഭമായിരിക്കും. ആരെ ഉണ്ടാക്കിയതേ? ഞാൻ സാറിനെ വേണസാറിനെ ഉണ്ടാക്കി. നമുക്ക് എത്ര രൂപ ഇവിടെ? 1800 രൂപ. മാർക്കറ്റിൽ എത്ര വിലയുണ്ട്? മാർക്കറ്റിൽ അറിയത്തില്ല, 7,000-8,000 രൂപയൊക്കെ ആകുമ്പോൾ. ഫെഡറേഷൻ്റെ 2 ദിവസമായി നടന്നു വരുന്ന ആനുകൂല്യ വിതരണം ഇന്നിപ്പോൾ തയ്യൽ മെഷീനും ലാപ്ടോപ്പിൻ്റെ വിതരണത്തോടുകൂടി പൂർത്തീകരിക്കുകയാണ്. കൊല്ലം ജില്ലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ 2 ദിവസങ്ങളായിട്ട് നടന്നിരിക്കുന്നത്. ഇന്നലെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂൾ കിറ്റുകളുടെ വിതരണമായിരുന്നു. 503 കുട്ടികൾക്കാണ് ഇന്നലെ സ്കൂൾ കിറ്റ് വിതരണം നടത്തിയത്. ഇന്നിപ്പോൾ 360 തയ്യൽ മെഷീനുകളുടെ വിതരണ പൂർത്തീകരണമാണ് നടത്തിയിട്ടുള്ളത്. ലാപ്ടോപ്പ് HP ലാപ്ടോപ്പിൻ്റെ 125ാമത് ലാപ്ടോപ്പ് ഇന്ന് വിതരണം പൂർത്തീകരിച്ചു. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഏതാണ്ട് 1 കോടി രൂപയോളം സേവന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജൂണിൽ 68 പേർക്ക് ആക്റ്റീവ സ്കൂട്ടി വിതരണമുണ്ട്. കഴിഞ്ഞ മാസം 54 പേർക്ക് വിതരണം നടത്തി കഴിഞ്ഞു. ജൂണിലാണ് അടുത്ത 2ാം ഘട്ടം വിതരണം നടക്കുന്നത്. അത് 68 പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് അവരുടെ വിതരണം ജൂണിൽ നടക്കും. അതിനുശേഷം പുതിയ രജിസ്ട്രേഷൻ എടുക്കാനുള്ള തീരുമാനം കൂടി സ്റ്റേറ്റ് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 500ഓളം പേർക്ക് സ്കൂട്ടി നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ വിശദവിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതാണ്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ആനുകൂല്യ വിതരണങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്
ജൈവഗ്രാമം പദ്ധതി എന്ന പേരോടുകൂടി ജൈവവളങ്ങൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ഒരു കർഷകന് 50 ചാക്ക് വരെ വളങ്ങളും അതിൻ്റെ വെറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്ന സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ ഉൾപ്പെടെ നൽകുന്നതാണ്. അതിനുള്ള രജിസ്ട്രേഷൻ ജൂൺ 10-ാം തീയതി വരെ നടക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വാട്ടർ പ്യൂരിഫയർ, ശുദ്ധജല ലഭ്യത പൊതുസ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വാട്ടർ പ്യൂരിഫയറും പകുതി വിലയിൽ രജിസ്ട്രേഷൻ ഈ വരുന്ന ജൂൺ 5-ാം തീയതി വരെ നടക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധങ്ങളായ മേഖലയിൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകൾ ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക, ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നൽകുക. കഴിഞ്ഞ ദിവസം നടന്ന ഉഷ തയ്യൽ മെഷീൻ വിതരണം 360 പേരിലാണ് എത്തിയത്. HP ലാപ്ടോപ്പുകളുടെ വിതരണം 125 പേരിലേക്കും പൂർത്തീകരിച്ചു. NGO കോൺഫെഡറേഷന്റെ ഈ പ്രവർത്തനത്തെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുമാണ് അഭിനന്ദനവുമായി ആൾക്കാർ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് കേരള തനിമ ന്യൂസ്.